ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 96, ഡേ 95. ഇന്നത്തെ എപ്പിസോഡ് കൂടി ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അനുമോള് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ PR എന്ന് പറയുന്ന വിനു ഒക്കെ ഉണ്ടല്ലോ, പുള്ളി എടുക്കുന്നതിനേക്കാളും നല്ല പണി അതിന്റെ അകത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ എവിക്റ്റ് ആയിട്ട് അകത്തോട്ട് കീറിപ്പോയ ടീംസ് എടുക്കുന്നുണ്ട്. നല്ല PR വർക്കാണ് അനുമോൾക്ക് വേണ്ടി അവര് ചെയ്തു കൊടുത്തത്. അവർ ഈ അനുമോൾ എടുത്ത് കാണിക്കുന്ന ഒരു ഹേറ്റ് ഉണ്ടല്ലോ, എത്രത്തോളം ഇവര് അനുമോളെ ഹേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം വട്ടത്തിലിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു, അത്രത്തോളം സപ്പോർട്ട് അനുമോൾക്ക് ഇവിടുന്ന് കയറുന്നുണ്ട് വൻ ഭൂരിപക്ഷത്തില്. എനിക്ക് തോന്നുന്നു നേരത്തെ അനീഷും അനുമോളും ഇങ്ങനെ നിന്നായിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ അനുമോള് വിജയിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല അതിനകത്ത് ഓൾറെഡി ഒരു ടോക്ക് വന്നിട്ടുണ്ട്, അനുമോളാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുമോളാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവള് ആദിലയല്ല ഓന്തിലയാണ് ഗൈസ്, ഓന്തില. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്ത് പോലും നാണിച്ച് തൊലി ഉരിഞ്ഞ് തല തല്ലിച്ചാവും. അതുപോലെ ഇങ്ങനെ മാറി 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 കളിക്കുകയാണ്. എവിടെങ്കിലും നീ ഒരിടത്തൊന്ന് നിക്ക്. സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം യവക്കില്ല. അതിപ്പം അനുമോൾക്കും ഇല്ല. പക്ഷെ അനുമോളുടെ ഒരു അൾട്രാ പ്രോമാക്സ് വെർഷൻ ആണ് ഓന്തില. പാട്ടാ ഗേൾസ് അടിച്ചു പിരിയുന്നു, ജോയിൻ ആവുന്നു, പിന്നെയും അടിച്ചു പിരിയുന്നു, ജോയിൻ ആവുന്നു. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ രാത്രിയിൽ ഭയങ്കര ഡയലോഗ് ശൈത്യയൊക്കെ എടുത്ത് ആദില അടിക്കുന്നു. അവളെ ഞാൻ ഇന്ന് തകർക്കും, എനിക്കിത് ഇവിടുന്ന് പറയാതെ പോകാൻ പറ്റത്തില്ല എന്ന് വൻ ഡയലോഗ് അടിച്ച് ബിഗ് ബോസ് ടോപ്പ് 7 എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആദില പ്ലേറ്റ് തിരിച്ച്. പിന്നെ ഇക്കാട് ഉപദേശം കൂടെ ആയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ കയ്യും കൈ കൊടുത്ത് കെട്ടിയൊക്കെ പിടിച്ച് പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി. എന്നാൽ ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി വന്നപ്പോഴത്തേക്ക് ആദില പിന്നെയും അനുമോൾ കിട്ട് താങ്ങി, നല്ല താങ്ങി. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില പിന്നെയും വന്ന് അനുമോൾ എടുത്ത് പാച്ചപ്പായി. അത് കഴിഞ്ഞ് പിന്നെയും അടിച്ചു പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആദിലെ എവിക്റ്റ് ആക്കി ഇടാൻ നേരത്ത് വലിയൊരു ഒന്നും ഇല്ലായിരുന്നെങ്കിലും പോയി കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഒക്കെയാണ് പോയേക്കുന്നത്. അപ്പം അടിച്ചു പിരിയുന്നു, പാച്ചപ്പ് ആവുന്നു, അടിച്ചു പിരിയുന്നു, പാച്ചപ്പ് ആവുന്നു, അടിച്ചു പിരിയുന്നു, പാച്ചപ്പ് ആവുന്നു. ഇത് കാണുന്നില്ല, ജനങ്ങൾക്കാണ് പ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആദില എന്താണെങ്കിലും ഇന്ന് എവിക്റ്റ് ആയി പോയിട്ടുണ്ട്, മിഡ് വീക്ക് എവിക്ഷൻ കാരണം എവിക്റ്റ് ആയി പോയിട്ടുണ്ട്. 2 ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗുണം അനുമോൾക്ക് കിട്ടിയേനെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 60% വോട്ട് 70% വോട്ടായിരിക്കും അനുമോൾക്ക് ഇപ്പം കിട്ടാൻ പോകുന്നത്. അതിൽ ഒരു 2 ദിവസവും കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു 90% വോട്ട് അനുമോൾക്കും ബാക്കി എല്ലാവർക്കും കൂടെ 10% വോട്ടും എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ആയി പോയേനെ. കാര്യം അതിൽ നല്ല രീതിയിൽ അനുമോളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് അഘോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും വിന്നിംഗ് പ്രൈസിന് എന്തെങ്കിലും ഒന്ന് ആദരയ്ക്ക് കൊടുക്കണം കേട്ടോ. കാര്യം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ശൈത്യമോളും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശൈത്യയുടെ ഇന്നത്തെ അഭിനയം എന്റെ പൊന്നടാവേ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അന്നേരം ഇതെല്ലാം സംസാരിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഗൈസ്. ബിഗ് ബോസ് കഴിയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ സുപ്രഭാതം വിളിയായിരിക്കും. അതൊരു ഐക്കോണിക് സുപ്രഭാതം പറച്ചിലാണ്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. 196 ദിവസമായിട്ട് ഈ ഒരു സാധനം കേട്ടാണല്ലോ പുള്ളി എണീക്കുന്നത് തന്നെ. മിക്കവാറും ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് അനീഷിന്റെ സുപ്രഭാതം അങ്ങനെ അലാറമായിട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് ഗൈസ്. അറിഞ്ഞോ അറിയാതെയോ ആരുടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരോട് സോറി പറയാനും നന്ദി പറയാനും ഒരു അവസരം നമ്മുടെ 7 മത്സര ഫൈനലിസ്റ്റിന് കൊടുക്കുകയാണ്. ആദ്യം അനീഷ് വരുന്നു. അനീഷ് വന്നിട്ട് ആദിലയെടുത്താണ് സോറി പറയുന്നത്. സോറി പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ വെസല് കഴിവുന്നതിനൊക്കെ ചൊല്ലി ആദിലയായിട്ട് കുറെ വഴക്കും കാര്യങ്ങളൊക്കെ അനീഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം പറഞ്ഞ് അനീഷ് സോറി പറയുന്നു. പിന്നെ നന്ദി എപ്പോഴും ഷാനവാസിന്റെ അടുത്തും, ഞാൻ പ്രത്യേകിച്ച് റീസൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അക്ബർ വരുന്നു. അക്ബർ വന്നിട്ട് സോറി പറയുന്നത് നമ്മുടെ ഷാരിക KB എടുത്താണ്, ആര്യന്റെ അടുത്താണ് നന്ദി പറയുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അക്ബർ ഇപ്പോൾ ഒരു ഇമോഷണൽ സെറ്റപ്പ് പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നലെയും ഭയങ്കര ഇമോഷണൽ ആവുന്നത് കണ്ടു, ഇന്നും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നത് കണ്ടു. അക്ബറിന്റെ വൈഫ് ഇന്നലെ അക്ബർ മറ്റേ സൈബർ ബുള്ളിങ്, ഫാമിലിയെ സൈബർ ബുള്ളിങ് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം അക്ബറിന്റെ വൈഫ് പാതിരാത്രി കുത്തിയിരുന്ന് ഒരു ഷാർഡ് വീഡിയോ ഒക്കെ ഇറക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴേ മനസ്സിലാവും അത് പച്ചക്കളവാണ്, പക്ക സ്ക്രിപ്റ്റഡ് സാധനമാണെന്ന് ചേച്ചി വന്നിരുന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഒട്ടും കൺവിൻസിങ് അല്ല, അഭിനയം ഒട്ടും കൺവിൻസിങ് അല്ല. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ആര്യന്റെ അടുത്താണ് നന്ദി പറയുന്നത്. എല്ലാവരും പോയതിനു ശേഷം അക്ബർ ഒറ്റപ്പെട്ടു, ആര്യൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആര്യനെ കെട്ടിപ്പിടിച്ച് ഒരു ഭയങ്കര വിതുമ്പിയ അക്ബർ കരയുന്നൊക്കെ ഉണ്ട്.
കേട്ടോ. അത് കഴിഞ്ഞ് അനുമോള് വരുന്നു. അനുമോള് വന്നിട്ട് നമ്മുടെ രേണുവിന്റെ അടുത്താണ് സോറി പറയുന്നത്, മറ്റേ പെയിൻ ആ ഒരു സാധനത്തെ പറ്റി. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് രേണുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു അപ്പൊ തന്നെ പറയുന്നത് എനിക്ക് അങ്ങനൊന്നും ഇല്ലടി, ഞാനതെല്ലാം മറക്കടി, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടി ഈ പറയുന്നുണ്ട്. എന്നിട്ട് രേണു വന്നിട്ട് കെട്ടിപ്പിടിച്ച് കണ്ട ഞാൻ ഇപ്പൊ അല്ലയോ സൂപ്പറായ, എന്റെ മുടിയൊക്കെ നോക്ക്, ഞാൻ അതുകൊണ്ടല്ലയോ സൂപ്പറായേ. രേണു ഭയങ്കര മാറ്റം. ഈ വട്ടത്തെ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടായ രണ്ട് വ്യക്തി, ഒന്ന് എനിക്കൊന്ന് അനീഷും, അത് അകത്ത് വെച്ച് ചേഞ്ചസ് ഉണ്ടായി, പിന്നെ പുറത്ത് പോയിട്ട് ചേഞ്ചസ് ഉണ്ടായത് രേണുവിനാണ്. രേണു മൊത്തം പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ കളികളായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാണോ അവരെ ഏറ്റവും കൂടുതൽ പുച്ഛിച്ചത്, തിരിച്ച് റീ എൻട്രി കയറി വന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു മേക്ക് ഓവർ നടത്തിക്കൊണ്ടാണ് അവർ അകത്തോട്ട് വന്നത്. മുടിയെ ചൊല്ലിയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. ആ മുടി നീട്ടി വളർത്തി കളറൊക്കെ ചെയ്ത് കറക്കി അടിച്ചിട്ടാണ് ചേച്ചി അകത്തോട്ട് വന്നത്. രേണു ഭയങ്കര വൈബ്, ഭയങ്കര രസം, ഒന്നും പറയാനില്ല. നല്ലത് കണ്ട നമ്മൾ നല്ലത് തന്നെ പറയും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അനുമോള് നന്ദി പറയാനുള്ളത് ആദില എടുത്താണ്. വളരെ നല്ല വാക്കുകൾ കൊണ്ടാണ് അനുമോള് ആദില എടുത്ത് നന്ദി പറഞ്ഞത്. ഏറ്റവും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യുന്നു, എന്റെ കൂടെ മിണ്ടിയതും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആദിലെ നന്ദി പറയും. ആദില എടുത്ത് അനുമോള് നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ആദില രംഗത്തോട്ട് വരികയാണ്. ആദില വന്നിട്ട് സോറി പറയുന്നത് ആര്യന്റെ അടുത്താണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നൂറയുടെ നേവല് നോക്കി എന്ന് പറഞ്ഞ ആ ഒരു സാധനം, അത് ആര്യനകത്തുള്ള സമയത്ത് അത് ചർച്ചാ വിഷയമായില്ല. പക്ഷെ ആര്യൻ എവിക്റ്റ് ആയി പുറത്തു പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവളുമാർ അതിന്റെ അകത്ത് പറഞ്ഞു എന്ന് ആര്യന് മനസ്സിലായത്. അത് ഇന്നലെ വന്നപ്പോൾ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോറി, കോംപ്ലിമെന്റ് മീൻസ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എന്നാൽ ഇന്നും കൂടി ആദില ആ ഒരു കാര്യം എടുത്തിട്ടുണ്ട്, ആര്യന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്, അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന്. ആദിലയുടെ ഇന്നത്തെ സംസാരം കണ്ടപ്പോഴത്തേക്ക് വളരെ ചെറിയ ഒരു കാര്യം എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഊതിപ്പെരിപ്പിച്ച് അന്ന് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞ പോലാണ് എനിക്ക് ആദിലയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ആര്യൻ അങ്ങനെ നോക്കിയോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. വയറ് നോക്കിയത് ഇപ്പൊ ആദിലയ്ക്ക് ഒരു ചെറിയ കാര്യം പോലെയാണ് ആദില പറഞ്ഞത്. പക്ഷെ അന്ന് ആദില കാണിച്ച ആ ഒരു എക്സ്പ്രഷൻസും അല്ലെങ്കിൽ അന്ന് കാണിച്ച ആ ഒരു ദേഷ്യവും ഒക്കെ, ആര്യൻ എന്റെ ബേബിയുടെ വയറിൽ നോക്കി മുമ്പ് കാണിച്ചോ, നീ എന്നിട്ടൊന്നും പ്രതികരിച്ചില്ലേ, അവൻ ഡബിൾ മീനിങ് അടിച്ചു, അതിനുശേഷമാണ് ഈ സാധനം വരുന്നത്. അന്നേരം ആദില അന്ന് കാണിച്ച ആ ഒരു സാധനം വീട്ടിൽ ഇപ്പൊ എവിക്റ്റ് ആയല്ലോ, പോയിട്ടൊന്ന് കാണണം. എന്നിട്ട് ഇന്ന് വന്ന് പറഞ്ഞ ആ ഒരു മെഴുകല് അതുകൂടെ എടുത്തു വെച്ചൊന്ന് കാണണം, അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നോ എന്ന് ഒന്ന് കാണണം. അന്ന് ഇവള് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുമല്ല, വളരെ വ്യക്തമായിട്ട് നൂറ പറഞ്ഞു, നൂറയുടെ നേവല് നോക്കിയിട്ട് ആര്യൻ ഇങ്ങനെ കാണിച്ചു. അത് കേട്ടപ്പം വളരെ വ്യക്തമായിട്ട് തന്നെ ആദില നീ പ്രതികരിക്കാത്തതിനെ ചൊല്ലി നൂറ എടുത്ത് ചൂടാവുകയും ഭയങ്കര പ്രശ്നത്തോടെ നടന്നു. അത് വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഈ 3 പേര് മാത്രമേ ആ സംഭവം അറിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇന്ന് വന്നിട്ട് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മെഴുകുകയാണ്. ഈ മെഴുകിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, നീയാണ് ഏറ്റവും വലിയ ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് നീ തന്നെ സ്വയം വിളിച്ചു പറയുന്ന പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയാൻ പറ്റുന്ന അലിഗേഷൻ ആണോ ഇവൾ അന്ന് പറഞ്ഞത്? അതും വളരെ കൺവിൻസിംഗ് ആയിട്ട് ആ ഡബിൾ മീനിങ് ജോക്കുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് സംസാരം അവിടെ ഉണ്ടായത്. അന്ന് ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട് ആദിലെ പറ്റി, ഇവളുമാരെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. അത് ചിലപ്പം LGBT കമ്മ്യൂണിറ്റിയുടെ ഇത് വെച്ചിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, ഈ ഓന്തിനെ പോലെ നിറം മാറുന്ന ഈ ടീംസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടല്ല, ഈ ക്യാരക്ടർ വെച്ച്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു അലിഗേഷൻ അവിടെ പറയുന്ന സമയത്ത് ആര്യന്റെ അമ്മ അന്ന് വന്ന് നിന്റെ അടുത്തൊക്കെ ആ ഒരു രീതിയിൽ സംസാരിച്ച അവരുടെ മുഖം ഒന്ന് കോർക്കാമായിരുന്നു. എന്നിട്ട് ആളുകളിലോട്ട് ആ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി. സൂപ്പറാ. അത് കഴിഞ്ഞിട്ട് ആദില വന്നിട്ട് നന്ദി പറയുന്നു അനുമോളോടാണ്. ഇത് ശരിക്കും ഒരു നന്ദി അല്ലായിരുന്നു, പുറകെ കൂടെ കത്തി വെച്ചുള്ള കുത്തുണ്ടല്ലോ അതായിരുന്നു. ബിഗ് ബോസ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ടാസ്ക് ലാസ്റ്റ് സമയത്ത് കൊടുക്കുന്നത് തന്നെ. അവിടെയും കുത്തുകയാണ് പുറയുന്നത്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണ് എന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. പുറകിൽ നിന്ന് കുത്തിയിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും, ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് അനുമോൾ എന്നെ കാണിച്ചു തന്നു എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അനുമോളുടെ അടുത്ത് ആദില നന്ദി പറയുന്നത്. ഇത് നന്ദി പറച്ചിലൊന്നും അല്ല, അനുമോൾക്കിട്ടുള്ള സൂപ്പർ അടിയാണ്. നീ ഈ കൊടുക്കുന്ന ഓരോ അടിയും ഫോട്ടുകളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സോ ഇന്നലെ രാത്രി ഷാനവാസ് വിളിച്ചു വരുത്തി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിച്ച് തീർക്കൂ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞ ടീംസ് ആണ്. എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് കുത്തി. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ബേബിക്ക് അറിയാലോ കപ്പ് അവക്കാ കിട്ടാൻ പോകുന്നതെന്ന് PR-ന്റെ ബേസിൽ ഈ ഒരു സാധനം ഉള്ളിലോട്ട് കയറി. എനിക്ക് ഇന്നലെ ആ ഒരു അടി കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് അനുമോൾക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നത്, അപ്പൊ പിന്നെ അടിച്ചോ എന്നും പറഞ്ഞിട്ട്. അടിക്കണമെങ്കിൽ അടിച്ചോ, ഒരു കുഴപ്പമില്ല.
എന്നിട്ട് പിന്നെയും പോയി കെട്ടിപ്പിടിച്ച് കൊണാരം അടിക്കാൻ നിൽക്കുമ്പോഴാണ് നീയൊക്കെ ഏത് തരക്കാരാണെന്ന് മനസ്സിലാവാത്തത്. ഓന്തുകൾ പോലും ഇങ്ങനെ നിറം മാറില്ല. ഈ ഒരു സാധനം ആദില ഇവിടെ അടിക്കുന്നു. അതിനുശേഷം ഷാനവാസിന് വരെ ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കി. കാരണം പുള്ളിയാണ് ഈ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് എല്ലാരെയും വിളിച്ചു വരുത്തി സംസാരിച്ച് കോംപ്രമൈസ് ആക്കി വിടുന്നത്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കയ്യെ കൊടുത്ത് പിരിഞ്ഞതാണ്. എന്നിട്ട് ഈ മാതിരി ഡയലോഗ് ഇപ്പോൾ ഒന്ന് അടിച്ചു. പുള്ളിക്ക് തന്നെ റിഗ്രറ്റ് അടിച്ചു, ഞാൻ ഇന്നലെ ചെയ്തത് തെറ്റായി പോയെന്ന്. ഇതിനുശേഷം നൂറ വരുന്നു. നൂറ വന്നിട്ട് നന്ദി പറയുന്നത് ശൈത്യയുടെ പേരാണ്, പിന്നെ സോറി പറയുന്നത് ശാരിക കെബിയുടെ പേരാണ്. ഇന്നലെ നടന്ന ഒരു അടിയെ പറ്റി നൂറയ്ക്ക് വേറെ ആരെടുത്തും സോറി ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു പേര് പറയേണ്ടതിന്റെ പേരിൽ ശാരിക കെബിയുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നു. ഷാനവാസ് വന്നിട്ട് ലക്ഷ്മിയുടെ പേര് പറയുന്നുണ്ട്, സോറി. കാര്യം ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടത്തില് ബിന്നി എടുത്തും അക്ബറിന്റെ അടുത്തും സോറി പറയുന്നുണ്ട്. ഒന്നിലധികം പേര് പറഞ്ഞിട്ടാണ് ഷാനവാസോടെ സോറി പറയുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അനുമോള് വന്നിട്ട് നന്ദി പറയുന്ന ആദിലെ അടുത്താണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒനീലിന്റെ അടുത്തും അഭിലാഷിന്റെ അടുത്തും നന്ദി ഉണ്ടെന്ന് ഇങ്ങനെ പറയാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അക്ബറൊക്കെ അങ്ങോട്ട് ഭയങ്കര ബഹളം, വേണ്ട 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 ഒരു പേര് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട്. സ്റ്റിൽ ഇവരൊക്കെ ഗെയിമിനകത്താണ്. സ്റ്റിൽ ഇപ്പോഴും ഒരാളുടെ അടുത്ത് നന്ദി പറയാനാണ്, അല്ലാതെ അയാളെ കുത്താനോ അല്ലെങ്കിൽ അവിടെ ഒരു അടി ഉണ്ടാക്കാനോ അല്ല. അന്നേരവും അക്ബറൊക്കെ ഒച്ചയുയർത്തുന്നത് നിന്റെ അടുത്ത് ഒരു പേര് പറയാനല്ലേ പറഞ്ഞോളൂ, അത് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് അക്ബറൊക്കെ അവിടെ ഒച്ച ഉയർത്തുന്നത്. ആദിലെ അടുത്ത് നന്ദി പറഞ്ഞു, ഒനീലിന്റെ അടുത്തും അഭിലാഷിന്റെ അടുത്തും കൂടെ എനിക്ക് നന്ദി പറയാനുണ്ട്. ഒരൊറ്റ വരി പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അമ്മാതിരി ടീംസ് ആണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അതായിട്ട് ഷാനവാസ് വന്ന് നന്ദി പറയുന്നത് ആരുടെ അടുത്തായിരിക്കും? അനീഷ്. അത് കഴിഞ്ഞിട്ട് നെവിൻ വരുന്നു. നെവിൻ വന്നിട്ട് രണ്ടുപേരുടെ അടുത്താണ് സോറി പറയുന്നത്. ഒന്ന് ഷാനവാസിന്റെ അടുത്തും രണ്ട് അനുമോളുടെ അടുത്തും. ഷാനവാസിന്റെ അടുത്ത് സോറി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ. പിന്നെ അനുമോളുടെ അടുത്ത് സോറി പറയുന്നത് ആ വെള്ളം കോരി ഒഴിച്ച സംഭവം, ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂവിന് ശേഷം ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായ ഒരു വ്യക്തി നെവിനാണ്. എനിക്കും പേഴ്സണൽ നെവിനെ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു വലിയ പ്രശ്നം ഉണ്ടായി, കട്ടിലെ വെള്ളം കോരി ഒഴിച്ചതും ഷാനവാസിനെ പാലെടുത്ത് എറിഞ്ഞതും. ആ ഒരു ഇഷ്യൂവിന് ശേഷം ഉണ്ടായ നെക്സ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടായ വ്യക്തി നെവിനാണ്. അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറി, പെരുമാറ്റത്തിൽ മാറി. ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലായിട്ട് എല്ലാവരുടെ അടുത്തും പോയി സോറി പറഞ്ഞു, പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കാൻ ശ്രമിച്ചു. ഒരു നല്ല മാറ്റം അവനിൽ ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അവൻ സോറി പറഞ്ഞത് ഷാനവാസിന്റെ അടുത്തും അനുമോളുടെ അടുത്തുമാണ്. ഷാനവാസ് വന്നിട്ട് ലക്ഷ്മി എടുത്തും ബിന്നി എടുത്തും അക്ബറിന്റെ അടുത്തും സോറി പറഞ്ഞിട്ടുണ്ട്. അന്നേരം നെവിന്റെ അടുത്ത് ചെയ്ത തെറ്റിന് ഷാനവാസ് അവിടെ സോറി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആരോപണത്തിന്റെ പേരിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് പറയാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. പക്ഷെ നെവിൻ അത് ചെയ്തു. എന്നിട്ട് നന്ദി പറഞ്ഞത് ജിസൈലിന്റെ അടുത്താണ്. ജിസൈലിന്റെ അടുത്ത് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ടായിരുന്നു. കാര്യം ജിസൈൽ ഔട്ട് ആകുന്ന ആ ഒരു വീക്കിൽ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നെവിനാണ്. അതിനകത്ത് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. നെവിനായിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ജിസൈൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നെവിൻ അവിടെ സംസാരിച്ചത്. സീരിയസ്ലി ഇതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ വിജയം. നെവിനെ പറ്റി ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ വിജയം എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. പക്ഷേ ഈ നെഗറ്റീവ്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പൊന്നും വേണ്ട. ആ ഹൗസിൽ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല ആക്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ആ നെഗറ്റീവ് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് മാറ്റി നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് നിങ്ങളെ ആളുകൾ അംഗീകരിക്കും. ഇതിനുശേഷം ബിഗ് ബോസ് അവിടെ നടന്ന അടികളുടെ വീഡിയോ എടുത്തിടുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്നലത്തെ കരച്ചിലിന്റെ വീഡിയോ ആണെങ്കിലും ഇന്നത്തെ അടിയുടെ വീഡിയോ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ആണെങ്കിലും എഡിറ്റ് ചെയ്ത പൊളിയാണ്. നല്ല കിടിലമായിട്ട് ഈ വീഡിയോസ് നല്ല രീതിയിൽ ആളുകൾക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല വെടിപ്പായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ആ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ. നമ്മൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് അടിക്കാതെ, നമ്മൾ ഓൾറെഡി കണ്ടതാണെങ്കിൽ പോലും നമ്മൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് അടിക്കാതെ ആ ഒരു മൊമെന്റ് പെർഫെക്റ്റ്ലി സിങ്ക് ചെയ്ത് ആ ഒരു മ്യൂസിക്കിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത് ഭയങ്കര രസമാണ്. പറയാൻ പറ്റും നല്ല രസമായിട്ട് അവരത് എഡിറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഈ എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ട സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഈ ഒരു സീനിനാണ്. നമ്മുടെ അനീഷിന്റെ രേണുവിന്റെ അടി കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, രേണുവിനോട് എന്താണെന്ന് അറിയത്തില്ല, അവിടെ ഉള്ള എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. രേണു എന്ത് കാണിച്ചാലും ഭയങ്കര പ്രോത്സാഹനം അവർ. ഈ ഒരു അടിയുടെ വീഡിയോ എടുത്തിട്ട സമയത്ത് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പക്ഷെ രേണുവിന്റെ ആ ഒരു ഡയലോഗും ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവരും മാരക കയ്യടി. ഏറ്റവും അവസാനം മസ്താനിയുടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ആഹാ, അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ രസം. മസ്താനിയുടെ ആ ഒരു ഡയലോഗ് വളരെ ഫേമസ് ഡയലോഗാണ്. ഇങ്ങനെ പറഞ്ഞ മസ്താനി അടുത്ത ആഴ്ച തന്നെ പുറത്താകുകയും പിന്നെ പുറത്തിരുന്ന് മൊത്തം കരച്ചിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് KP നമ്പൂതിരീസിന്റെ ഒരു
ടാസ്ക് കൊടുക്കുകയാണ്. ഒരു ഫോട്ടോ ഫ്രെയിം ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഹൗസിൽ നിന്ന് പോയതിനു ശേഷവും ബന്ധം നിലനിർത്തണം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയരുത് എന്ന് തോന്നുന്ന വ്യക്തി ആരാണ്, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അനുമോള് ഒരു ഡൗട്ടും ഇല്ല അത് ആദിലെ വിളിക്കുകയാണ്. രണ്ടുപേരുണ്ട്, ആദിലെ നൂറയുണ്ട്. പക്ഷെ ആദിലെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് ആദിലെ വിളിക്കുന്നത്. ഷാനവാസ് അനീഷിനെ വിളിക്കും, അനീഷ് ഷാനവാസിനെ വിളിക്കും. ആദിലെ വന്നിട്ട് പക്ഷെ വിളിക്കുന്നത് കലാഭവൻ സരികയാണ്. നല്ല കാര്യം അനുമോളെ വിളിക്കാഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അനുമോളെ വിളിക്കുമായിരുന്നെങ്കിൽ അത് ഫേക്ക് ആണ്. നെവിൻ വന്നിട്ട് വിളിക്കുന്നത് മസ്താനിയുടെ പേരാണ്. എന്തുകൊണ്ടാണ് മസ്താനിയുടെ പേര് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. മസ്താനി എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു തോന്നിയോണ്ടായിരിക്കണം മേ ബി നെവിൻ മസ്താനിയുടെ പേര് വിളിക്കുന്നത്. അതും ഒരു നല്ല ജസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും നെവിന്റെ ഭാഗത്തു നിന്നുള്ളത്. നൂറ വന്നിട്ട് പക്ഷെ അനുമോളുടെ പേരാണ്. നൂറയ്ക്കൊന്നും ഒരു താല്പര്യമില്ല അനുമോളുടെ പേര് വിളിക്കാൻ. എന്നിട്ട് ഒന്ന് തോന്നണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് അക്ബർ വന്നിട്ട് അപ്പാനിയുടെ പേര് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ എടുത്തിടുകയാണ്. അതും വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ചൂസ് ചെയ്ത സോങ്സ് ആണെങ്കിലും അടിപൊളി സോങ്സ് ആണ്. ഈ ഒരു വീഡിയോയ്ക്ക് അത് നിറഞ്ഞു നിന്നത് നമ്മുടെ പട്ടാ ഗേൾസ് തന്നെയാണ്. പിന്നെ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫ്രണ്ട്ഷിപ്പ്, അക്ബർ അപ്പാനി. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോയ്ക്ക് അത് നിറഞ്ഞു നിന്നത് ഇവരുടെ മൊമെന്റ്സ് ആണ്. പട്ടാ ഗേൾസ്, ലക്ഷ്മി, ബിൻസി, റെന, ബിന്നി, പിന്നെ വൈൽഡ് കാർഡായിട്ട് കയറിയ ബാക്കി ടീംസ്, ഇവരൊന്നും ഈ ഒരു വീഡിയോയ്ക്കകത്തേ ഇല്ല. കാര്യം ഇവരൊന്നും വന്നിട്ട് അതിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇടം പിടിക്കാനേ പറ്റിയിട്ടില്ല. ഈ വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ആദിലെ വന്നിട്ട് താഴെ വന്ന് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. അന്നേരം നൂറയും വരുന്നു, നൂറയും വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ശൈത്യ വരാൻ കൂട്ടാക്കുന്നില്ല. ശൈത്യ കുറെ തവണ നിർബന്ധിച്ചതിന് ശേഷം ശൈത്യം വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇവർ കെട്ടിപ്പിടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ഈ ഒരു മനുഷ്യനാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അനീഷിന്റെ മുഖത്ത്, പറയാതിരിക്കാൻ വയ്യ. അനീഷിന്റെ ആ ഒരു കയ്യടിയും ചിരിയും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു കയ്യടിയും ചിരിയുമായിരുന്നു. ആ കയ്യടിയുടെ സ്പീഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും സന്തോഷം പുള്ളിക്കാരന് ആ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും പട്ടാ ഗേൾസ് പിന്നെയും ഒന്നായി എന്ന്. എനിക്ക് മനസ്സിലാവാത്ത എന്ത് ഫേക്ക് ആണ് ഇവര്. ഇത്രയും അലിഗേഷൻസ് പറഞ്ഞിട്ട് ഇത്രയും ബാക്കിൽ നിന്ന് കുത്തിയിട്ട് ഒരു വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞ് പിന്നെയും കെട്ടിപ്പിടിക്കുകയാണ്. ഈ മനസ്സിൽ ഇത്രയും കറ വെച്ചുകൊണ്ട് ഇത്രയും വിഷം വെച്ചുകൊണ്ട് എങ്ങനെ സാധിക്കുന്നു? അത് അനുമോൾക്കാണെങ്കിലും ആദിലയ്ക്കാണെങ്കിലും നൂറയ്ക്കാണെങ്കിലും ശൈത്യക്കാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നു? എനിക്ക് പറ്റത്തില്ല. നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്ന ടീംസിനോട് അതിന് ഏത് വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ വീഡിയോ കാണേണ്ടി വന്നോ? ഇത്ര നാള് എന്തൊക്കെയാണ് ഇവർ ചെയ്ത് കൂട്ടിയത്, ഭയങ്കര ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബിഗ് ബോസ് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് BGM കയറ്റി സാഡായിട്ട് വീഡിയോ കാണിക്കേണ്ടി വന്നു. ആ വീഡിയോയുടെ ഒരു ഹാങ് ഓവർ ഉണ്ട്, അതിന്റെ പുറത്ത് പോയി കെട്ടിപ്പിടിച്ചത്. അല്ലാതെ ഇത് ഉള്ളിന്ന് വന്നിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യുവിനായിട്ട് തോന്നിയിട്ടൊന്നും പോയി കെട്ടിപ്പിടിച്ചല്ല. ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഭയങ്കര സാഡായിട്ട്, ആ ഒരു മൊമെന്റിലെ ആ ഒരു ഷോ ഓഫ് അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് അവർ തന്നെ പ്രൂവ് ചെയ്തു ആ ഒരു കെട്ടിപ്പിടുത്തം തന്നെ ഭയങ്കര ഫേക്ക് ആയിരുന്നു എന്ന്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതിൽ വന്ന് പറഞ്ഞതാണ്, എന്നെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്ത അനുമോളാണ്, ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ വീഡിയോ കാണിച്ച സമയത്ത് നിനക്ക് തോന്നിയില്ലോ ഈ വീഡിയോക്കകത്ത് കണ്ടതെല്ലാം അനുമോൾ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് നിനക്ക് തോന്നിയില്ല? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ലേശം ഉളുപ്പുണ്ട്, ലേശം ഉളുപ്പ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസും അനുമോളും വെളിയിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന സബ്ജക്ട് ആദില ഇന്നലെ പറഞ്ഞ ആ ഒരു കാര്യം. എവിക്ഷൻ സമയത്ത് അനുമോള് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ടിഷ്യൂ പേപ്പറിനകത്ത് നമ്പർ എഴുതി കൊടുത്തു എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അനുമോള് പറഞ്ഞു. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അനുമോള് ഷാനവാസിന്റെ അടുത്ത് പറയുന്നത്. അനുമോള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും എന്റെയും നമ്പർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കാണാതെ, അല്ലാതെ വേറെ ഒരു PR നമ്പറും എനിക്ക് കാണാതെ അറിയത്തില്ല. ആ എവിക്ഷൻ സമയത്ത് ആദിലയാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും വീട്ടിൽ പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ എന്ന്. ആദില അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ അനുമോള് പറയുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോയി പറ, ലാലേട്ടൻ വന്നിട്ട് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്നത് പോയി പറയാൻ പറഞ്ഞു. ആദിലയാണ് ഇങ്ങോട്ട് ചോദിക്കുന്നതും അനുവിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും. ആ സമയം അക്ബറിന്റെ അടുത്ത് ആദിലയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആദിലയ്ക്ക് അക്ബറിന്റെ അടുത്ത് എന്തോരം ദേഷ്യം ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴായിട്ട് ആദിലയുടെ വായിന്ന് തന്നെ എന്തോരം കാര്യങ്ങൾ വീണിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു നമ്പർ കൊടുത്തതും ഈ അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കുന്ന കാര്യം പോയി പറയാൻ പറയുന്നതും ഒക്കെ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അത് ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് അനുമോളുടെ തലയിലിട്ട് മാത്രമായി. അനുമോള് പറഞ്ഞു, അനുമോളാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ, അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കുന്നു എന്ന് PR-ന്റെ അടുത്ത് പറഞ്ഞ് അറ്റാക്ക്, PR-നെ കൊണ്ട് അക്ബറിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ ഒരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ അനുമോൾ ഇട്ടതുപോലെ അത് പറഞ്ഞങ്ങ് വലിപ്പിച്ചെന്നല്ല വലിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയണം. ആദില ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മാനിപ്പുലേറ്റീവ് ആണ്. ഇവളെന്ന് വന്ന് പറയുന്നുണ്ടല്ലോ അവൾ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുമെന്ന്. പക്ഷെ അതൊന്നും അല്ല. ഇവൾ ഇന്നലെ ആര്യൻ ഞരമ്പൻ എന്ന് പറയുന്ന സാധനം, ആ ഒരു സെയിം സാധനം തന്നെയാണ് ആദില ഈ നൂറയുടെ കേസിൽ പറഞ്ഞുണ്ടാക്കിയത്.
അതിനേക്കാളും ഒരു ഹയർ ലെവൽ സാധനമാണ് പറഞ്ഞുണ്ടാക്കിയത്. അനുമോള് ആ ഒരു കാര്യം ഒറ്റ വാക്കി പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. ഈ കാണിക്കുന്ന ഈ പാട്ടാ ഗേൾസ് കാണിക്കുന്ന തൊട്ടിത്തരങ്ങളെല്ലാം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒരാളുടെ തലയിലോട്ട് മാത്രം എങ്ങനെയാണ് ഇത് പോകുന്നത്? എനിക്കത് മനസ്സിലാവാത്തത്. ഇതിനെയാണ് പറയുന്നത് ബാക്ക് സ്റ്റാബിങ് എന്ന്, പുറകെ കൂടെ കുത്തുക എന്ന്. ആദില ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രീ കോഴ്സ് വല്ലതും സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ മറ്റുള്ളവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഉറ്റ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പുറകിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതിനുള്ള 1001 നുറുക്ക് വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് അങ്ങോട്ട് അടിച്ചിറക്കി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. പൊന്നുമോളെ വിജയിക്കുന്നി. പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് അത്. നിന്നെ കൊണ്ടേ പറ്റത്തുള്ളത്. വേണമെങ്കിൽ ശൈത്യം കൂടെ പിടിച്ച് മാനേജർ ആയിട്ട് ഇരുത്തിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുവാണെങ്കിൽ സെറ്റാണ്. ബിഗ് ബോസിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ആൻസർ അവിടുന്ന് കിട്ടും. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വേറെ കോമഡി. അതൊന്നും പറയുന്നില്ല. ഒരാളെ ഭാഗം പറഞ്ഞ് ഒരാളെ മാത്രം കുറ്റക്കാരിയാക്കുന്ന രീതിയിൽ പറഞ്ഞങ്ങ് വിടുകയാണ്. സമ്മതിക്കണം കേട്ടാ. ഇതാണ് പ്യുവർ മാനിപ്പുലേഷൻ, ദ ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ. വേണമെങ്കിൽ നമുക്ക് അക്കാഡമിക്ക് ഇങ്ങനെ പേരിടാം, ഓന്തിലാസ് അക്കാഡമി ഓഫ് ബാക്ക് സ്റ്റാബിങ്. സൂപ്പർ ആയിരിക്കും. എന്നിട്ട് മാറിയിരുന്ന് നമ്മുടെ ബേബികൾ രണ്ടും കൂടെ പറയുന്നുണ്ട് ആദില പറഞ്ഞ കാര്യങ്ങൾ അനുമോൾ നിരസിക്കുകയാണ് എന്ന്. അനുമോൾ അവിടെ നിരസിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആദിലയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അനുമോൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഷാനവാസ് ചോദിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമോൾ അവിടെ പറഞ്ഞത്. കട്ടിട്ടുണ്ടെങ്കിൽ കട്ടെന്ന് തന്നെ പറയണം, അല്ലാതെ മാറി ഇരുന്നിട്ട് ഞാൻ കട്ടിട്ടില്ലേ എന്ന് പറയുന്നില്ല. അനുമോളുടെ ഒരു ക്വാളിറ്റി അതാണ്. കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടിട്ടുണ്ട്, ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്നു. ഇതിനുശേഷമാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ ഡ്രാമ, ശൈത്യ ആൻഡ് അനുമോൾ ഡ്രാമ. ശൈത്യക്ക് വക്കീൽ പണിയൊന്നുമല്ല ചെയ്യുന്നത്. ശൈത്യക്ക് അഭിനയത്തിൽ നല്ലൊരു കഴിവുണ്ട്. നല്ലൊരു നടി, നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ പറ്റുന്ന, കേരള സ്റ്റോറി പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന അത്തരം വളരെ അതുല്യമായിട്ടുള്ള കഴിവുകളുള്ള ഒരു നടി ശൈത്യയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. വേണമെങ്കിൽ മിക്കവാറും ബാഹുബലി 3 കട്ടപ്പാടം മോളായിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ, പറയാൻ പറ്റത്തില്ല. ശൈത്യ പറയാണ് തന്റെ ഫാമിലിക്ക് ഉണ്ടായ കാര്യങ്ങളും അവർക്കുണ്ടായ വിഷമങ്ങളും ഒക്കെ ജീവിതകാലം മൊത്തം ഉണ്ടാവും. അതെന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പ, ആളുകൾ കട്ടപ്പ എന്ന് വിളിക്കുന്നു, കാലേവാരി എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് ശൈത്യയുടെ കൺസേൺസ്. ഈ പറയുന്ന അനുമോളെ, എനിക്ക് തോന്നുന്നു അനുമോളെ വിളിക്കാത്ത പേരുകളില്ല. അത്രയും പേരുകൾ ഇട്ട് വിളിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ അനുമോളുടെ പേര് അനുമോൾ എന്ന് ആയതുകൊണ്ട് ഈ അനുവിനെ മാറ്റിയിട്ട് പല വേർഡുകളും ചേർത്തിട്ടാണ് അനുമോൾക്ക് പേരിടുന്നത്. കമ്പി മോള്, കുൽസിത മോള്, അല്ലെങ്കിൽ ഏതൊക്കെ പേര് ചേർത്താണോ ആ ലോകത്തുള്ള പേര് മൊത്തം എൻ്റെ ബിഗ് ബോസ് സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ ഇത്രത്തോളം പേരുകൾ കിട്ടിയിട്ടുള്ള, ഇത്രത്തോളം വൃത്തികെട്ട പേരുകൾ കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ കാണത്തില്ല. അതും വളരെ വൃത്തികെട്ട, സെക്ഷലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പേരുകളാണ് അനുമോളെ ഓരോരുത്തരും വിളിക്കുന്നത്. എന്റെ വീഡിയോസിനകത്ത് ഞാൻ രസകരമായിട്ടുള്ള പേരുകളൊക്കെ ഇടാറുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. ഇപ്പം ആദിലയ്ക്ക് ആദിലംബാല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ ശൈത്യക്ക് കട്ടപ്പ, ഇതൊക്കെ അതിന്റെ ഒരു ലാഘവത്തോടെ എടുത്താൽ മതി. ഇതിന്റെ അമ്മ തന്നെ കട്ടപ്പ ശൈത്യ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെന്ത്? അപ്പൊ കട്ടപ്പ എന്ന് വിളിച്ചതാണ് ശൈത്യയെ കൊള്ളുന്നത്. ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ മോള് വീട്ടിൽ ഇരിക്കണമായിരുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിങ്ങളെ പൈസ കൊടുത്ത് അകത്തോട്ട് കൊണ്ടുവന്ന് പുണ്യാളത്തി ആയിട്ട് രൂപ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് പുണ്യാളത്തി ആക്കി പുറത്തോട്ട് വിടുന്ന ഷോ ഒന്നുമല്ല. ഇതൊരു ടോക്സിക് ഷോ ആണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും കിട്ടും, പോസിറ്റീവും കിട്ടും. അല്ലാതെ ഒരാൾ 100% പോസിറ്റീവ് ആയിട്ടൊന്നും ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇതുപോലുള്ള പേരുകൾ വീഴും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ അകത്തോട്ട് വരാൻ. ശൈത്യയെ സംബന്ധിച്ച് ശൈത്യക്ക് വേണ്ടിയുള്ള പേരുകളൊക്കെ വളരെ മാന്യമായിട്ടുള്ള പേരുകളാണ്. എന്നാൽ അനുമോൾക്ക് കിട്ടിയ പേരുകൾ വെറും നാറിയ പേരുകളാണ്. അപ്പം ജീവിതകാലം മൊത്തം ശൈത്യയെ നാട്ടുകാർ കട്ടപ്പ കട്ടപ്പ എന്ന് വിളിക്കുമെന്നാണ് ശൈത്യയുടെ കൺസേൺ. മിക്കവാറും നിന്റെ ഈ ഒരു കൺസേൺ കാരണം ആളുകൾ വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മറന്നുപോകും. ഇതിപ്പോ ആളുകളെ കൊണ്ട് നീ തന്നെ എന്നെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറയിപ്പിച്ച് കട്ടപ്പ ശൈത്യ എന്ന് വിളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ പിന്നീട് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. നീ ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യമല്ലേ കുഞ്ഞ്? ആളുകൾ ഇതൊക്കെ കണ്ടത് കൊണ്ടല്ലേ നിന്നെ കട്ടപ്പ എന്നും പിന്നീന്ന് കുത്തിയവളെന്നും കാലേവാരി എന്നൊക്കെ ആളുകൾ വിളിക്കുന്നത്. അപ്പൊ അനുമോള് ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇങ്ങനെ കല്ല് വെച്ച് നുണ പറയല്ലേ. നീ പുറത്തു പോയിട്ട് നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടി നീ കണ്ടിട്ടുള്ളതല്ലേ. ശൈത്യ അങ്ങ് ഭയങ്കര ഒരു മാനിപ്പുലേഷൻ നടത്തിയൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇവിടെ കയറി വരുന്നതിന് തൊട്ട് മുമ്പ് ആദ്യത്തെ 36 ദിവസം വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള കട്ടപ്പാര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആളുകൾ വളരെ ഫണ്ണായിട്ട് വിളിച്ച പേരാണ് കട്ടപ്പ എന്ന്. അത് ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മറന്നു കളയാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഇത്രയ്ക്കങ്ങ് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട യാതൊരു ആവശ്യം
ആവശ്യവും ഇല്ല. ഇപ്പൊ നാട്ടുകാർക്ക് ഇവളെ കട്ടപ്പാന്ന് വിളിക്കാന്നുള്ളതല്ലേ പണി. ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും വന്നിട്ട് കട്ടപ്പ ശൈത്യം ഉണ്ടോ എന്ന് ചോദിക്കലാണ് നാട്ടുകാർക്ക് പണി. ആളുകൾ പണിയൊന്നുമില്ല അവിടെ ഇരിക്കുവല്ല, ആളുകൾക്ക് ഒരുപാട് പണി വേറെ ഉണ്ട്. നിന്നെ കട്ടപ്പാന്ന് വിളിച്ചോണ്ടിരിക്കുകയാണോ? ചുമ്മാ തുറന്ന് അടിച്ചിറക്കുകയാണെന്നേ. നിന്റെ കയ്യിലിരിപ്പ് കാരണം വിളിക്കുന്നത്. അനുമോളെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ നെഗറ്റീവ് ആവുന്ന ആദ്യമായിട്ടാണോ? ഇതിനു മുമ്പ് നീ നെഗറ്റീവ് ആയിട്ടില്ലേ? മറ്റേ ഇല്ല എന്തുവാ ഒരു ഷോ ഉണ്ടായിരുന്നില്ല അമൃതയ്ക്കകത്ത്, അതിനകത്ത് ശൈത്യയുടെ അമ്മയും കൂടെ വന്നിട്ട് പെർഫോം ചെയ്തിട്ട് 5th ആയതിന്റെ പേരിൽ ട്രോഫി നിരസിച്ചു പോയതിന് അതിന് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് തെറിവിളിയും കേട്ട ടീംസാണ്. ഇതിന്റെ അപ്പുറം തെറിവിളി കേട്ടിട്ടുണ്ട്. അത്രയ്ക്കുള്ള പരിപാടിയൊന്നും ഇവിടെ കന്ന് കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഡ്രാമ ആരെ കാണിക്കാനാണ് കളിക്കുന്നത് നിങ്ങൾ? ഇതിനകത്ത് അനുമോൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് നിന്നെ ആളുകൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അല്ലാതെ അനുമോൾ അങ്ങനെ വിളിച്ചോണ്ട് പേരിലല്ല. അനുമോൾ നീ കട്ടപ്പ ആണ് അറിയുന്നതിന് മുമ്പ് തന്നെ നിനക്ക് നാട്ടില് വീട്ടിലും ഒക്കെ പേര് വീണു കട്ടപ്പ എന്ന്. മസ്താനി വന്ന് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അനുമോൾ തന്നെ അറിയുന്നത് നീ അവളെ പുറയുന്നു കുത്തിയെന്ന്. അല്ലാതെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നിന്നെ കട്ടപ്പ ആക്കിയിട്ടില്ല. പിന്നെ ഇവൾ എന്തിനാണ് അനുമോൾ എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവിടെ പുറകെ നടക്കുന്നത്? കട്ടപ്പാന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി. നിങ്ങളൊരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന വ്യക്തിയല്ലേ? ഈ കമന്റ് കണ്ടിട്ട് അതിന് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെച്ച് അത് നോക്കിയിട്ട് ജീവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അത് നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിന്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അനുമോളുടെ PR-നെ എക്സ്പോസ് ചെയ്ത്, ഒരെണ്ണം അക്ബറിന്റെ PR-നെ എക്സ്പോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരെണ്ണം അനുമോൾക്കെതിരെയും ഒരെണ്ണം അക്ബറിനെതിരെയും. അനുമോൾക്കെതിരെ ഇട്ട വീഡിയോയ്ക്ക് അനുമോൾ ഫാൻസ് വന്ന് എന്നെ തെറിവിളി. ഞാനിടുന്ന വീഡിയോയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാലും അനുമോളെ എതിർത്ത് വീഡിയോ ഇട്ടാലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ്. അക്ബറിന്റെ PR എന്നുള്ളൊരു പേര് ഇവിടെ ഇന്നലെ കിട്ടാനുണ്ടായിരുന്നു. അക്ബറിന്റെ PR എന്നുള്ളൊരു പേര് കിട്ടി. എന്നാൽ അത് കഴിഞ്ഞിട്ട് അക്ബറിനെതിരെ വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് എന്നെ പിടിച്ച് എല്ലാവരുടെ അനുമോൾ PR ആക്കി. 2 കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നീ അക്ബറിനെ കൂടുതൽ വൈറ്റ് വാഷ് അടിക്കണ്ട, മറ്റേനകത്ത് നീ അനുമോളെ കൂടുതൽ വൈറ്റ് വാഷ് അടിക്കണ്ട. ഈ ക്ലാപ്പന്മാർ എന്തുവാ പണയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരിക്കലും ഈ കമന്റ് എടുത്തൊന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറെ വിവരം കെട്ടവന്മാർ വന്ന് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല, ഈ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾക്ക് മാത്രമല്ല മോശമായിട്ടുള്ള കമന്റ്സ് വരുന്നത്. നമ്മുടെ ഇൻബോക്സിലും നമ്മുടെ കമന്റ് സെക്ഷനിലും വരുന്നുണ്ട് ഇതുപോലുള്ള കമന്റ്സ്. എനിക്ക് വല്ല ചൊറിഞ്ഞിരിക്കും, നല്ല ഫ്രസ്ട്രേറ്റഡ് എടുത്തിരിക്കുന്ന സമയത്ത് വല്ലതും ആണ് ഈ കമന്റ് വരുന്നതെങ്കിൽ, അല്ല സിനിമയ്ക്കകത്തിട്ട് പറയുന്നുണ്ട് ഞാൻ ചട്ട് കൂട്ടി 2 അങ്ങോട്ട് ഇളക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ കമന്റ് അങ്ങോട്ട് എടുത്തു വെച്ചാൽ എനിക്ക് വായി തോന്നി 4 പറയും. അന്നേരം എന്റെ ഫ്രസ്ട്രേഷൻ കുറച്ചെന്ന് പറയും. എന്നിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അന്നേരം നിങ്ങൾ ആൾക്കാരിരുന്ന് കാണും. നിങ്ങൾ അതിന്റെ അടിയിൽ നല്ല രീതിയിലുള്ള പ്രോത്സാഹിപ്പിക്കുന്ന കമന്റ്, അത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടും. അതിന് നല്ല വ്യൂവർഷിപ്പ് കിട്ടും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡോളേഴ്സ് എന്റെ അക്കൗണ്ടിലോട്ട് വരും. അപ്പൊ പിന്നെയും സന്തോഷം. അപ്പൊ എന്റെ ഒരു ഫ്രസ്ട്രേഷൻ, നീമാരുടെ ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ മോണിറ്റൈസ് ചെയ്തു. മനസ്സിലായോ? ഇത് പട്ടിയുടെ കടിയും പശുവിന്റെ വിശപ്പും മാറി എന്ന് പറയുന്ന പോലെ എനിക്കിതിന് കമന്റ് ഇട്ടവരെ ഞാൻ വിറ്റു. സിമ്പിൾ പരിപാടി. ഇതിന് വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നുണ്ട്, കാലുവരെ. അയ്യോ, ഇതൊക്കെ നല്ല നല്ല പേര്. വിഷം, പാമ്പ്, കാലുവാരി, കട്ടപ്പ, ഇതൊക്കെ നല്ല വളരെ മനോഹരമായിട്ടുള്ള പേരുകളാണല്ലോ. എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അഹമ്മദിന് പരിപാടിയൊക്കെ നീ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? നിന്റെ കയ്യിലിരിപ്പ് കാരണമാണല്ലോ ഈ പേരൊക്കെ വീണത്. ഇത് നീ അവിടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ നീ വല്ല ഗസറ്റഡി കൊടുത്ത് പേരങ്ങ് മാറ്റി കട്ടപ്പ ശൈത്യം അങ്ങ് ആക്ക്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്നത്? വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു? കാവടി നുള്ളി വന്നിട്ട് ഇതിനകത്ത് കണ്ണന്തിരിവ് കാണിച്ചിട്ട് ആളുകൾ പറഞ്ഞാണോ കുറ്റമായി പോയത്? എടേ, എല്ലാവരും നാളെ തൊട്ട് ഇവളെ ഇനി കട്ടപ്പ ഒന്നും വിളിക്കല്ലേ, പുണ്യാളത്തി എന്ന് വിളിച്ചാൽ മതി കേട്ടോ. പുണ്യാളത്തി ശൈത്യ എന്ന് വിളിക്കാം. അതാകുമ്പം കുഴപ്പമില്ലല്ലോ. പുണ്യാളത്തി എന്നല്ലേ വിളിക്കുന്നത്. അഡ്വക്കേറ്റ് പുണ്യാളത്തി ശൈത്യ, നല്ല പേര്, സൂപ്പറാ. നമ്മുടെ വിചാരത്തിനൊന്നും ഒരു കുരുവും പറ്റിയിട്ടില്ല. നീയൊക്കെ അതിനകത്ത് കടന്ന് കാട്ടിക്കൂട്ടി കാട്ടായങ്ങൾ മാത്രമേ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. നീ പുറത്തിറങ്ങിയ വീഡിയോ ഒന്നും കണ്ടില്ലയോ കൊച്ചേ? കട്ടപ്പ കുത്തിയ പരിപാടിയൊന്നും കണ്ടില്ല? ഇത്രയും വീഡിയോ പ്രൂഫ് വരെ ഉണ്ടായി. മെയിൻ എപ്പിസോഡിൽ വരെ വന്ന സാധനം ലൈവിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മെയിൻ എപ്പിസോഡിൽ തന്നെ കിടപ്പുണ്ട്. എണ്ണി പറയാനാണെങ്കിൽ അതിന്റെ സമയം കാണത്തുള്ളൂ. എന്നിട്ടും വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഞാനൊന്നും ചെയ്തില്ല രാമനാരായണ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇവറ്റകളുടെ സംസാരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് തന്നെ ഇടവിട്ട് ശൈത്യ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഒരു അന്തവും കൊന്തോ ഇല്ലെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായി. പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക, എവിടെങ്കിലും ഒരു തീരുമാനമാവോ, ഇപ്പോഴെങ്ങാണ് ഇവിടുമാര് പറഞ്ഞത് കോംപ്രമൈസ് അടിക്കോ എന്നും പറഞ്ഞിരുന്നിട്ട് ഏറ്റവും അവസാനം നീ ഒന്നും ഇവിടെ നിന്ന് സംസാരിക്കണ്ട, നീയൊക്കെ പുറത്തു പോയി സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളി എന്നും പറഞ്ഞ് വാണിംഗും കൊടുത്തങ്ങ് വിടും.
അയ്യയ്യേ, ഇവളെ കട്ടപ്പശയത്തിന്ന് വിളിച്ച ആദ്യത്തെ വ്യക്തി ഇവിടെ അമ്മ എങ്ങണ്ടാണ്. എന്നിട്ടാണ് ആ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ്ങും അതിന്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പുറകിൽ നിന്ന് കുത്തും നേരിൽ നിന്നുള്ള കുത്തും ചവിട്ടിത്തേക്കലും കിട്ടിയ വ്യക്തിയാണ് അനുമോള്. ആ അനുമോള് പുല്ല് പോലെ അകത്തിരിപ്പുണ്ട്. അനുമോൾക്ക് കിട്ടിയ പോലെ സൈബർ ബുള്ളിങ് ഒന്നും വേറെ ഒരു കുഞ്ഞിനും കിട്ടിയിട്ടില്ല. എന്നിട്ട് വന്നിട്ടാണ് ഇവൾ ഈ ഡയലോഗ് അടിക്കുന്നത്, ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന തെറിവിളിയുടെ എണ്ണം ചിലപ്പോ ഒന്ന് കുറഞ്ഞേനെ. എവിടൊക്കെ മയക്ക് കിട്ടുന്നോ അവിടെ എല്ലാം പോയിട്ട് നീ അപരാധിക്കാൻ നിന്നിട്ടില്ലേ? എന്തിനു കൂടുതൽ പറയുന്നു, ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓൺലൈൻ മീഡിയാസിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കാര്യമായിട്ട് അപരാധിക്കൽ തുടങ്ങി. എന്നിട്ട് വന്നിട്ട് ഇമ്മാതിരി ഡ്രാമ, കരച്ചിൽ ഡ്രാമ ഒന്നും കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആരെങ്കിലും പറഞ്ഞു വിട്ടാ ഇവിടെ വന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫൈനൽ 5 കയറാന്ന് അവര് കേട്ടിട്ടൊന്നുമില്ല. അവിടെ വിളിച്ചിരുത്തി എല്ലാരെയും കാണിപ്പിച്ചിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ. എക്സ്ട്രാ പൈസയോ ബാറ്റോ ഒന്നും കിട്ടത്തൊന്നുമില്ല. അല്ല, എനിക്കത് മനസ്സിലാവാം. 36ാമത്തെ ദിവസം എവിക്റ്റ് ആയി പോയ വ്യക്തിയാണ് ശൈത്യ. ഇതിപ്പം 96 എപ്പിസോഡായി. കറക്റ്റ് 60 ദിവസമായി. ഈ 60 ദിവസവും ശൈത്യ ഏതവനാടാ പോയി കമന്റ് ബോക്സിൽ കമന്റ് തെറി വിളിക്കുകയും അല്ലെങ്കിൽ ഫാമിലി അനുഭവിപ്പിക്കുന്ന രീതിയിൽ കമന്റും മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്നത് ഈ 60 ദിവസവും. ഇനിയിപ്പം അനുമോളുടെ PR ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണെന്ന് തോന്നുന്നു ശൈത്യ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ എവിക്റ്റായി പോയ ഒരു വ്യക്തിയെ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അനുമോളുടെ PR എന്ത് കിട്ടാനാണ്? ഈ എവിക്റ്റായി പോയതിനു ശേഷമുള്ള ഈ 60 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ശൈത്യയുടെ ഫാമിലിയും ശൈത്യയും വന്നിട്ട് മോശമായിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടൊക്കെ ആരെങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനുള്ളൊരു എഫേർട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ശൈത്യയുടെ ശത്രുക്കളോ ശൈത്യയുടെ തന്നെ ഏതെങ്കിലും ക്ലയൻസോ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലയൻസിന്റെ വീട്ടുകാരോ വല്ലോ ആയിരിക്കും. വാദിച്ചിട്ട് അവർക്ക് തൂക്കേറ് മേടിച്ച് കൊടുത്തല്ലോ സ്വന്തം കക്ഷിക്ക്, അവര് വല്ലോ ആയിരിക്കും. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഈ ശൈത്യം പറയാനുള്ള എഫേർട്ടോ ഒന്നും ഈ കേരളത്തിൽ അത്രയ്ക്ക് ഗതികെട്ടന്മാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടേ. എന്തിനാണ് ഇതിനെയൊക്കെ പറഞ്ഞിട്ട് അയ്യേ. ഇതിനുശേഷമാണ് ഈ എവിക്ഷൻ വരുന്നത്. മറ്റേ ബോംബ് കത്തിക്കുന്ന എവിക്ഷൻ ആണ് ഗൈസ്. ഒരു സാധനം വെച്ചിട്ടുണ്ട്, വയറ് കട്ട് ചെയ്യുക, വയറിനകത്ത് നിന്ന് പച്ച പുക വന്നാൽ അവർ സേവ് ആയി, ചുവന്ന പുക വന്നാൽ അവര് എവിക്റ്റ് ആകും എന്നാണ്. രണ്ടുപേരെ വെച്ചിട്ടാണ് കട്ട് ചെയ്യിപ്പിക്കുന്നത്. ആദ്യം നെവിനെയും ഷാനവാസിനെയും വിളിക്കും. നെവിനെയും ഷാനവാസിനെയും വിളിച്ച് ആദ്യം തന്നെ എന്തായാലും എവിക്റ്റ് ആക്കി വിടത്തില്ലല്ലോ. ഇവർ രണ്ടിനും കട്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിലാവും, ഓക്കെ ഇവർ എവിക്റ്റ് ആണ്, സോറി ഇവര് സേവ് ആണ്. അതിനുശേഷം അനീഷിനെയും അനുമോളെയും വിളിക്കും, രണ്ടുപേരും കട്ട് ചെയ്യും. അനുമോളുടെ ഇതിനകത്ത് നിന്ന് പച്ച പുക വരും. അനീഷിന്റെ സാധനം അനങ്ങുന്നില്ല, പേടിച്ച് അനീഷ് പേടിച്ച്. അനീഷിന്റെ അകത്ത് പുകയും വരുന്നില്ല, ചുവന്നയും വരുന്നില്ല, പച്ചയും വരുന്നില്ല, എന്തോ പറ്റി. അനന്തരം ബിഗ് ബോസ് പറയും അനീഷ് അങ്ങോട്ട് മാറി നിൽക്കൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ആദില, നൂറ, അക്ബർ ഇവർ 3 പേരോട് ഒരുമിച്ച് കട്ട് ചെയ്യും. ആദിലയുടെ കുടത്തിൽ നിന്ന് ചുവന്ന പുക വരും, ആദില എവിക്റ്റ് ആവുകയാണ്. അന്നേരം അനീഷിന്റെ സാധനം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അനീഷിന്റെ സാധനത്തിൽ നിന്ന് പുക വരുന്നില്ല. അതായത് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയും അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു അനീഷ് സേവ് ആണ്. അത് കഴിഞ്ഞ് ആദില പോകാൻ നേരത്ത് ശൈത്യ കെട്ടിപ്പിടിച്ച് പിന്നെയും കരച്ചിൽ. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും കാണാൻ പറ്റും. അവിടെയുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആദില ഇപ്പൊ എവിക്റ്റ് ആയി പോകുമെന്ന്. കാര്യം ആദിലയുടെ എവിക്ഷൻ പ്രെഡിക്റ്റബിൾ ആയിരുന്നു, വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂങ്കണ്ണീര് കാണിക്കുന്നത്? അവൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലല്ലോ ഇനി അതിലെ കാണാൻ പോകുന്നത്. അതിൽ എവിക്റ്റ് ആയി പോകാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് മാരക കരച്ചിൽ വരാം. ഞാനിതാ പറഞ്ഞേ, ഭയങ്കര ഭാവാഭിനയമാണ്. സിനിമയിലെ ആൾക്കാർക്ക് കാണുവാണെങ്കിൽ കാസ്റ്റ് കേട്ടോ, സൂപ്പർ അഭിനയമാ. മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. അന്നേരം നൂറ പറയാണ് അറിയാം ആര് കപ്പടിക്കുമെന്ന്, അനുമോള് കപ്പടിക്കുമെന്നുള്ള ഒരു ഇതാണ് കേട്ടോ. എല്ലാവരും പോയി കെട്ടിപ്പിടിക്കും, കൂട്ടത്തിൽ അനുമോളെയും കെട്ടിപ്പിടിക്കും. നമുക്ക് പക്ഷേ മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ലൈവിനകത്ത് അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വലിയൊരു മൈൻഡ് ഒന്നും അനുമോൾക്ക് കൊടുക്കുന്നില്ല, അനുമോളും കൊടുക്കുന്നില്ല. ഒരു അടിച്ചുപിടി സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ അനുമോളുടെ വിജയം എന്താണെന്ന് അറിയോ? അനുമോളുടെ കോ കണ്ടസ്റ്റൻസ് ആണ്. അനുമോൾ ഒന്നും ചെയ്യണ്ട. ഈ ലാസ്റ്റ് 3-4 ഡേയ്സ് ഇവർ അകത്തോട്ട് വന്നതിന് ശേഷം അനുമോൾ എന്തെങ്കിലും ചെയ്തോ? അനുമോൾ വെറുതെ ഇരിക്കുകയാണ്. ഇവർ അടി ഉണ്ടാക്കാൻ അനുമോൾ കേട്ടിരിക്കുകയാണ്. അനുമോൾ ഒന്നും ചെയ്യണ്ട. അത് ഒന്നും ചെയ്യാതിരുന്നിട്ടാണ് അവര് തന്നെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, അവര് തന്നെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇവര് കാരണം അനുമോൾ കോർണർ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു നറേഷൻ പുറത്തോട്ട് പോകുന്നു. അനുമോളുടെ അടുത്ത് ആളുകൾക്ക് സഹതാപം തോന്നുന്നു. ആ സഹതാപം ഒരു വോട്ടായിട്ട് മാറുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്തോട്ട് പോയവരാണ് അനുമോളുടെ ഏറ്റവും വലിയ ലക്ക്. ഭയങ്കര ഒരു പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം അകത്തോട്ട് പോയത്. ഈ സരിക എന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ലോ, കലാഭവൻ സരികയൊക്കെ ലോക വിഷമാണ്. സത്യം പറയാൻ ലോക വിഷമാണ്. ഈ അകത്തോട്ട് വന്ന പല ആൾക്കാരും വ്യക്തമായി അനുമോളെ അതിന്റെ അകത്ത് പോയിട്ട് തേജോവധം ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോട് കൂടി വ്യക്തമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് അതിന്റെ അകത്തോട്ട് ചെന്നത്. അത് എവിഡന്റ് ആണ്. ഇവര് കാണിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ഇവര് പറയുന്ന വാക്കുകളിൽ നിന്നും അത് വളരെ എവിഡന്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നമ്മൾ ഇന്നലെ അക്ബർ PR-നെ പറ്റിയും അനുമോൾ PR-നെ പറ്റിയും ചെയ്ത വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്താൽ മതി. സോ വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പൊ ശരി,